ഇന്ന് ഫെബ്രുവരി 28 അല്ലേ? ഇന്ന് ഫെബ്രുവരി 28. നിങ്ങളൊക്കെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ ഒരു ന്യൂസ്, ഒരുവിധം മീഡിയയിലൊക്കെ വന്ന ന്യൂസ് സിം ബൈൻഡിങ്ങിനെ പറ്റിയാണ്. എന്താ സിം ബൈൻഡിങ്? അതായത് നമ്മൾ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തി കേട്ടോ സിം ബൈൻഡിങ്ങിനെ പറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന മെസ്സേജിങ് പ്ലാറ്റ്ഫോം ഏതായാലും വാട്സപ്പ്, ടെലിഗ്രാം, അതുപോലുള്ള സിം കാർഡ് നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മളെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഡിവൈസിൽ നിന്ന് ആ സിം കാർഡ് ഊരിക്കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗ് ഔട്ട് ആവുന്ന ഒരു പരിപാടി. ഒരു കണക്കിന് നോക്കിയാൽ നല്ല തന്നെയാണ്. ഇപ്പൊ വാട്സപ്പ് നമ്മളൊരു നമ്പറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സിം ഫോണിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ വാട്സപ്പ് ലോഗ് ഔട്ട് ആവും. പിന്നെ അത് ഉപയോഗിക്കാനാകില്ല സിം ഇടാണ്ട്. നമ്മളെ മൊബൈൽ ആപ്പൊക്കെ അതേ സിസ്റ്റം അല്ലേ? സിം ഓതന്റിക്കേഷനിൽ കൂടിയാണ് മൊബൈൽ ആപ്പൊക്കെ നമ്മൾ ഈ UPI ആപ്പൊക്കെ നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ വാട്സപ്പ്, ടെലിഗ്രാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല് ഫെബ്രുവരി 28 മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ചിലപ്പോൾ അത് മാറിയിരിക്കും, ചിലപ്പോൾ മാറില്ലായിരിക്കും, അതെന്തേ ആവട്ടെ. അപ്പൊ അതിൽ വേറൊരു കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാല് നിങ്ങളിപ്പോ വിദേശത്താണുള്ളതുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിലില്ല വിദേശത്താണുള്ളത്, നിങ്ങൾ നാട്ടിലെ നമ്പർ വെച്ചിട്ട് വാട്സപ്പ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മറ്റുള്ള പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണല്ലോ. വാട്സപ്പ് നിങ്ങൾ നാട്ടിലെ നമ്പറിൽ ഉപയോഗിക്കുന്ന ആ സിം കാർഡ് നിങ്ങളെ ഫോണിലില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. നമുക്ക് ആ നമ്പറിലേക്ക് വരുന്ന OTP വെച്ചിട്ട് ഏത് ഫോണിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. ഇനി അങ്ങനെ നടക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ ഈ നമ്പർ നാട്ടിലാളില് നിങ്ങളെ വാട്സപ്പ് ഫോണിലുണ്ട്, നിങ്ങൾ വിദേശത്താളില്. അപ്പൊ ഇതങ്ങ് ലോഗ് ഔട്ട് ആയി പോയാൽ എന്ത് ചെയ്യും? അതിലുള്ള കംപ്ലീറ്റ് ഡാറ്റകൾ അങ്ങ് പോയി പോകും, ചാറ്റുകൾ പോയി പോകും, ഗ്രൂപ്പുകൾ പോയി പോകും, എല്ലാം അങ്ങ് പോയി പോകും. പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ സിം ഇതിലേക്ക് ഇട്ട് അത് റീലോഗിൻ ചെയ്യണം. ചിലപ്പോൾ അന്നേരം അതിന്റെ ബാക്കപ്പ് കിട്ടിയില്ല എന്നൊക്കെ വരും, ചാറ്റൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരും. ഇതൊക്കെ ഒഴിവാക്കിയതിന് വേറൊരു വഴിയുണ്ട്. നിങ്ങളടുത്ത് നിങ്ങൾ എവിടെയാണെന്നുള്ള അവിടെ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ, ഒരു സിം കാർഡ് ഉണ്ടെങ്കിൽ ആ സിം കാർഡിലേക്ക് നാട്ടിലുള്ള നമ്പറിലുള്ള, അതായത് നിങ്ങളെ ഫോണിൽ ഇല്ലാത്ത സിമ്മിലുള്ള വാട്സപ്പ് അതിലേക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അധികം ആർക്കും അറിയില്ല. ഇപ്പം ഈ കാര്യം വളരെ അത്യാവശ്യമായിട്ട് വന്നിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു തരുന്നത്. നമ്മൾ മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ആ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പർ മാത്രം ചേഞ്ച് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത് അറിയാം? ഞങ്ങള് പറയുന്നത് തിരിയുന്നുണ്ട് നിങ്ങൾക്ക്. തിരിഞ്ഞൊരു തിരിയും, അല്ലാത്തൊരു നാട്ടം തിരിയും. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ, സിം ഇല്ലാത്തൊരു വാട്സപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലെ ഒരു 3 കുത്തുണ്ടാകല്ലേ, അതിൽ ചെറുതായിട്ടൊരു കുത്തു കൊടുത്താൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും. ആ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അക്കൗണ്ട് സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഇതിന്റെ നടുക്കായിട്ട് കാണാം ചേഞ്ച് ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ചെറിയ പേജ് വരും. അതിൽ ഇതിന്റെ ഇൻഫർമേഷൻ കാര്യങ്ങളോട്ട് എഴുതിയിട്ടുണ്ട്, ഒന്ന് വേണേ വായിച്ചു നോക്ക്. എന്നിട്ട് താഴെ ഒരു നെക്സ്റ്റ് ഉണ്ട്, പച്ച ബട്ടൺ. അതൊന്ന് ഞെക്കുക. ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ മേലെ താഴായിട്ട് രണ്ടിടത്തിൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മേലെ നിങ്ങളിപ്പം ഉപയോഗിക്കുന്ന ആ നമ്പർ, വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ നമ്പർ ഉണ്ടാവും. ഇനി താഴെ നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ മാറേണ്ടത് ആ നമ്പർ കൺട്രി കോഡോടുകൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺട്രി കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓൾറെഡി കൺട്രി കോഡ് അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പുതിയ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ OTP വരും. ഇതിന്റെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അങ്ങോട്ട് വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ OTP വരും. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോർമലായി നിങ്ങൾക്ക് പുതിയ നമ്പറിലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞ്. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ആ പുതിയ നമ്പറിൽ ആദ്യമുള്ള വാട്സപ്പിലെ ഗ്രൂപ്പുകളൊക്കെ ലെഫ്റ്റ് അടിച്ചതായിട്ട് കാണും. ഗ്രൂപ്പൊക്കെ റെഡി ആയിരിക്കും. പഴയ നമ്പറാണ് ലെഫ്റ്റ് ആയിക്കുള്ളൂ, പുതിയ നമ്പർ അത് ആഡ് ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ നമ്പർ ലെഫ്റ്റ് ആയിട്ട് പുതിയ നമ്പർ അതിൽ ആഡ് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ചായ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഉപകാരം അല്ലെങ്കിൽ ഉപകാരമുള്ള ചങ്ങായിമാരുണ്ടാവും, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്ക്. എന്നല്ലേ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മേപ്പയോ. താങ്ക് യു സോ മച്ച്.